ഞാനിന്ന് വന്നേക്കുന്നത് വീഡിയോയുടെ ഭാഗമായിട്ട് ഒരു പാലത്തിൻ്റെ മേളിൽ, പാലം തന്നെയല്ല, അതൊരു അക്വഡേറ്റും കൂടിയാണ്. കോഴഞ്ചേരി, റാന്നി, വാഴക്കുന്നം, ചെറുകോൽപ്പുഴ ആ ഭാഗമൊക്കെയാണ് ഇവിടെ. അതിനെയൊക്കെ യോജിപ്പിക്കുന്ന ഒരു പാലം ഇത്. വലിയ വണ്ടികളൊന്നും ഇതിൽ പോകത്തില്ല. ചെറിയ കാറും ചെറിയ ഓട്ടോയും അങ്ങനെ ബൈക്ക് അങ്ങനെയൊക്കെ പോകുള്ളൂ. വലിയ ലോറികളൊന്നും പോകത്തില്ല. അതുവഴി ആ സ്റ്റെപ്പ് വഴി ഇറങ്ങി താഴത്തെ വഴിയിൽ ഇറങ്ങിയാൽ റാന്നിക്ക് പോകാം. റാന്നിക്ക് പോകുന്ന റോഡാണ്, ബസ് റൂട്ടാണ്. എപ്പോഴും നല്ല തിരക്കുള്ള റോഡാണ്. ഇവിടെ എല്ലാം വനമായിരുന്നു, കുറേയെല്ലാം വെട്ടി വൃത്തിയാക്കി. ഇപ്പോൾ നല്ല തെളിച്ചമായി. ഇതിൻ്റെ ഇരുവശവും ഉണ്ടല്ലോ വനമാണ്. വനം എന്ന് പറഞ്ഞാൽ ഇല്ലിമുളം കാടാണ്. ഇല്ലി മുളയല്ല, ഇല്ലിക്കാട്. നല്ല ഭംഗിയേറിയ ഇല്ലി ഇങ്ങനെ ആട്ടിലോട്ട് മറിഞ്ഞ് കിടക്കുക. അതിൻ്റെ തുമ്പ് നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നമ്മളിതിൻ്റെ സൈഡാണ് കണ്ടത്. ഇപ്പോൾ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി നിന്നാൽ നമുക്കിതിൻ്റെ നടുക്ക് ഭാഗത്തോട്ട് പോയാൽ പാലം കാണാം. ഇതിൻ്റെ ഒരു അരികു മാത്രമേ കണ്ടു. ഇതൊരു 1.5 കിലോമീറ്ററോളം നീളമുണ്ട് ഈ അക്വഡേറ്റിന്. ഇതിൻ്റെ അടിയിൽ കൂടെ മണിയാർ ഡാമിൽ നിന്ന് കുട്ടനാട് പ്രദേശത്തേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു ജല പദ്ധതി ഇതിനടിയിൽ കൂടി ഉണ്ട്, ഒരു കനാല് പോലെ. അതിൻ്റെ മേളിൽ കൂടെയാണ് ഈ പാലം. ഇതിൻ്റെ അടിയിൽ കാണുന്നത് പമ്പാ നദിയാണ്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ നിൽക്കുന്നത്. വഴി മുഴുവൻ ലൈറ്റ് പിടിപ്പിച്ചിരിക്കുക. സന്ധ്യാസമയത്തൊക്കെ ഇവിടെ വരണം, നല്ല രസമാണ് കാണാൻ. കടലിലെ ആൾക്കാർ കടൽപ്പുറത്ത് കാണാൻ പോകുന്നത് പോലെ ഈ പാലത്തിലോട്ട് അങ്ങ് തിങ്ങി നിറഞ്ഞ ആൾക്കാരാണ്. വൈകുന്നേരം നല്ല വെളിച്ചമുണ്ട്. ഒരു 8 മണി രാത്രി വരെ, 9 മണി രാത്രി വരെയൊക്കെ ഇവിടെ നല്ല ആളാണ്. കാറ്റ് കൊള്ളാനും സൊറ പറഞ്ഞിരിക്കാനും ഒക്കെ ആൾക്കാർ വരും. നല്ല രസമാണ് വൈകുന്നേരങ്ങളിലൂടെ. ചെറിയ വണ്ടികളൊക്കെ പോകത്തുള്ളൂ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ? പ്രകൃതി രമണീയമായ സ്ഥലം. എല്ലാം കൊണ്ടും ഏത് വിധത്തിൽ നോക്കിയാലും നമ്മുടെ പത്തനംതിട്ട അതിമനോഹരമാണ്. എവിടോട്ട് നോക്കിയാലും കാഴ്ചകൾ കാണാനേ ഉള്ളൂ. പാഴായി പോയ ഭൂമി എങ്ങും കാണാനില്ല, എല്ലാം. ഇതിപ്പോൾ അങ്ങ് താഴോട്ടാണ്. ഇതിൻ്റെ താഴ്വശത്താണ് ചെറുകോൽപ്പുഴ. കുടിവെള്ളത്തിൻ്റെ പദ്ധതിയാണ് ഈ ആറിനകത്താണ് കാണിച്ചു വച്ചിരിക്കുന്നത്. കുടിവെള്ളം അതിൻ്റെ ഫിൽട്ടർ ചെയ്യുന്ന പദ്ധതികളൊക്കെ അതിൻ്റെ അപ്പുറത്തുണ്ട്. മുളങ്കാടുകളാണ് ഇരുവശത്തും. കഴിഞ്ഞ വർഷകാലത്ത് ഭയങ്കരമായിട്ട് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായതാണ്. ഈ പച്ചപ്പുല്ല് കാണുന്ന ആ പ്രദേശത്ത് വെള്ളം കയറി ഭയങ്കര പ്രളയം അവിടെയൊക്കെ ഉണ്ടായതാണ്. ആ സൈഡിൽ അവിടെ കാണുന്ന ആ വീടുകളൊക്കെ മുങ്ങിപ്പോയതാണ് പ്രളയത്തിന്. ഇവിടെ എല്ലാം വെള്ളം കയറിയതാണ് കഴിഞ്ഞ വർഷ പ്രളയത്തിന്. ഇവിടെ എല്ലാം ഈ പച്ചപ്പ് കാണുന്നിടത്തെല്ലാം വെള്ളം കയറിയതാണ്. ഇപ്പം മഴ കുറച്ച് കുറവുണ്ട്. എന്നാലും പ്രകൃതി രമണീയമായ സ്ഥലം, സുന്ദരം. ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാനാണ് വന്നത്. ഇതൊക്കെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്ത് വലിയ പാലം വന്ന് നോക്കിക്കേ. വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. എപ്പോഴും നല്ല തിരക്കാണ് ഇവിടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.